ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ തന്നെ റിയാസ്ഖാൻ്റെ വീട്ടിലുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസേനും ശനിയാഴ്ചേനും റിയാസ്ക്ക് പോയേ. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഇതാണ്. അന്ന് ഞാൻ ഉച്ചയാകുമ്പം തന്നെ എൻ്റെ പുരക്കേക്ക് വന്നിന്. കാര്യം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളുണ്ട്, അതുപോലെ മദ്രസയിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഞായറാഴ്ച ഞാൻ തിരിച്ച് പുരക്കേക്ക് വന്നിന്. പിന്നെ ഇതാ അന്ന് രാവിലെ തന്നെ എണീറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. അപ്പോൾ റിയാസ്ക്ക് അവിടെ എത്തിയിട്ട് വിളിക്കെല്ലാം ചെയ്തിന്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉറങ്ങി എണീറ്റ് രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ എണീറ്റിന്. അങ്ങനെ എണീറ്റ് ചായയെല്ലാം കുടിച്ച് പിന്നെ അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇതാ മുറ്റത്തിറങ്ങി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കളിച്ച് മുറ്റത്തേ കൂടി രാവിലെ തന്നെ ഇറങ്ങിയൊന്ന് പുറത്തെല്ലാം നോക്കാനും നല്ല രസമല്ലേ. അങ്ങനെ ഇതാണെങ്കിൽ നമുക്കിവിടെ ഗ്യാസ് അന്നേരം ഉമ്മ ഗ്യാസ് അരയ്ക്കുന്നുണ്ട്. ഗ്യാസ് നിറയ്ക്കലല്ല, ഗ്യാസ് വാങ്ങുന്നുണ്ട്. പിന്നെ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല രാവിലെ തന്നെ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞാൽ ഇതാ മക്കളെല്ലാം എണീറ്റ് പിന്നെ ഇനി അവർക്കുള്ള ചായയും കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഇടന്ന് റിയാസ്ക്ക് പോകുന്നതെന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, പെങ്ങന്മാരെല്ലാവരും വന്നിനേനു. അങ്ങനെ ഒരു പെങ്ങൾ അന്ന് രാത്രി തന്നെ പോയിന്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ ഞാനും ഉമ്മയും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ചായ കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഉമ്മ അവിടുന്ന് കത്തലിന് വേണ്ടിയിട്ട് റൊട്ടിക്കരിയെല്ലാം അരക്കുന്നുണ്ട്. അങ്ങനെ കത്തലെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോണോ വേണ്ടിയെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കില്ലേനു. അങ്ങനെ പിന്നെ മുറ്റത്തെല്ലാം ഇറങ്ങി, മക്കളെല്ലാം മുറ്റത്ത് ഇറങ്ങിനേനും. മരുമക്കളെല്ലാം ഉണ്ട്, അപ്പോൾ അവരൊക്കെല്ലാം കുട്ടികളിങ്ങനെ കളിക്കലേനും. പിന്നെ ഇടാൻ സപ്പോർട്ട ഉണ്ടായിരുന്നു, അതുപോലെ സപ്പോർട്ടയൊന്നും പഴുത്തിട്ടില്ല. പിന്നെ അതുപോലെ മൾബറി കുറേ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് പച്ചയില്ലേ അതെല്ലാം പറിച്ചിട്ട് പുളിയോടെ കൂടിയിട്ടുള്ള മൾബറി എന്നില്ല അതിന് പറയാം. അതെല്ലാം കുട്ടികളിങ്ങനെ കഴിക്കില്ല. പിന്നെ അതുപോലെ മറ്റേ വിൽമ്പിക്കാന്ന് പറയുന്ന ഈ സാധനമില്ല പുളിയുള്ള, അതും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അതെല്ലാം ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ച് നമ്മളിങ്ങനെ കഥയെല്ലാം പറഞ്ഞിങ്ങനെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. നമുക്കിവിടെ മുറ്റത്ത് തന്നെ ഒരു ചെയറുണ്ടാവും. കാര്യം റിയാസ്ഖാൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ മുറ്റത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മഴയില്ലെങ്കിൽ ഫുൾ ടൈം മുറ്റത്ത് തന്നെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം റോഡുമ്മിലേക്ക് കൂടിയെല്ലാം ഇറങ്ങി നടന്ന് കളിച്ച് പിന്നെ മുറ്റെല്ലാം അടിച്ച് വാരിന്. പിന്നെ അങ്ങനെ പണിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പെങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അങ്ങനെ ദാ അനിയനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അനിയൻ എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണിത്. അപ്പോൾ ഓനാണ് നമ്മളെ കൊണ്ടുവിട്ടത്. ഇനിയുള്ളത് എൻ്റെ പുരക്കുന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഓനെന്നെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇതാ വൈകുന്നേരം ആയാലും നല്ല മഴ പെയ്ത്, നല്ല എന്താ പറയുക കാറ്റും ഇടിയും മിന്നലും എല്ലാം ഉള്ളൊരു നല്ലൊരു മഴ പെയ്ത്. നല്ല മഴയും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ വീടും നമ്മൾ മൊത്തത്തിലൊരു തണുപ്പായിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം മങ്കി കപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവരെങ്ങനെ മഴ കാണിച്ചു കൊടുക്കലേനും. അല്ലെങ്കിൽ ഓനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ജനലെല്ലാം തുറന്നിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ കാണിച്ചു കൊടുക്കലേനും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയും ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ ജൂലൈ 4 അന്ന് എടുത്ത വീഡിയോ ആണ്. അന്ന് എൻ്റെ മോളെ ഫീലുവിൻ്റെ ബർത്ത്ഡേനും. അപ്പോൾ ഓക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഡ്രസ്സും മേടിച്ച് അതുപോലെ കേക്കും വാങ്ങിയിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അവർ സ്കൂളിൽ പോയിനി, അപ്പോൾ വരുമ്പോഴത്തേക്കൊന്ന് ചെറിയൊരു സർപ്രൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ഷോപ്പിലാന്ന് കേക്ക് ഇങ്ങനെ നോക്കി. നല്ല നല്ല കേക്കെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. നല്ല കേക്ക്, നല്ല ടേസ്റ്റുള്ള കേക്കും ഉണ്ട്. അതുപോലെ നമ്മളെ സാധാ നോർമലായിട്ട് ഉണ്ടാക്കുന്ന നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ വൈറ്റ് ഫോറസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ കേക്ക് മേടിച്ച് അങ്ങനെ ഒരു സ്കൂളെല്ലാം വിട്ട് വന്ന് പിന്നെ
ഇതിപ്പോൾ ഓളെ എന്താ പറയുക ചമയിച്ച് കൊടുക്കാന്നെല്ലാം പറയില്ലേ അതുപോലെ ഓളൊന്ന് റെഡിയാക്കലാന്ന്. അങ്ങനെ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത്. ഇത് ഷറാറ മോഡലാണ്. കുറേ നോക്കി നമ്മൾ ഫ്രോക്കെല്ലാം നോക്കി. പിന്നെ ആ ഫ്രോക്കൊന്നും ഓളങ്ങനെ കൊച്ചുന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് ഇടൂല. അതായത് അതിൻ്റെ ഉള്ളിലത്തെ ക്ലോത്തെല്ലാം നെറ്റിൻ്റെ ആയിരിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് കൊച്ചുന്ന ടൈപ്പാന്ന് പറഞ്ഞിട്ട് ഓള് ഇടൂല. അതുകൊണ്ട് ഈ ഒരു ടൈപ്പാണ് എടുത്തത്. പിന്നെ ഫ്രോക്കെല്ലാം കുറേ ഉണ്ട്. അതുപോലെ എന്താ പറയുക പാൻറ്റ് ഷർട്ട് അങ്ങനത്തെ എല്ലാം വരുന്ന കുറേ കാഷ്വൽ വെയറെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പാർട്ടി വെയർ ആയതുകൊണ്ട് അങ്ങനെ ഇതും എടുത്ത്. പിന്നെ ഇനി അങ്ങനെ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് അങ്ങ് വാങ്ങിച്ച്. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഓളെ ചൊങ്കാക്കി എടുക്കലാന്ന്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഓള് വിചാരിച്ചിട്ടേ ഇല്ലേനു പിന്നെ ഓക്കിങ്ങനെ ഡ്രസ്സും കേക്കെല്ലാം മേടിച്ചു കൊടുക്കുമെന്ന്. പിന്നെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവളൊന്ന് എന്താ പറയുക ഹെയറെല്ലാം കെട്ടിക്കൊടുത്ത് അങ്ങനെ അവളെ റെഡിയാക്കി എടുക്കലാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കുട്ടിക്ക് ഇങ്ങനെ മേക്കപ്പെല്ലാം ഇട്ട് കൊടുത്ത് അവരെ ഇങ്ങനെ ചൊങ്കാക്കി എടുത്ത് എന്താ പറയുക അവരെ ഒന്ന് ചമയിച്ചെടുക്കാമെന്നല്ലോ പറയില്ല, അതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ മുടി ഇതുപോലെ ഈ ഒരു പിന്ന് വെച്ചിട്ടാണ് ഞാൻ മുടി സെറ്റാക്കുന്നത്. കുട്ടികളെ റെഡിയാക്കുന്ന കാര്യത്തിൽ ഹെയർ കെട്ടലല്ലേ കുറച്ചൊരു റിസ്ക് ഉള്ളത്. അപ്പോൾ അത് വേഗം അങ്ങ് ചെയ്താൽ വേഗം ഒരു എന്താ പറയുക അവരൊന്ന് റെഡിയായ പോലെയാണ് തോന്നുക മുടിയൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഒന്ന് ക്രീമെല്ലാം തേച്ചെടുക്കും. നമ്മൾ ഇത് ഫേസിലും അതുപോലെ നമ്മളെ ബോഡിയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ബേബി ക്രീമാണ് കേട്ടോ. അങ്ങനെ കഴുത്തിലും അതുപോലെ മുഖത്തെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ പിന്നെ ഓളെ ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞ് ഓളൊന്ന് വിഷ് ചെയ്ത്. പിന്നെ ഓൾ ഈ സമയം വരെ ആയിട്ട് എന്നോട് പറഞ്ഞു ഉമ്മ എന്നെ ഒന്ന് വിഷ് ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും എന്നെ വിഷ് ചെയ്തിന് അങ്ങനെല്ലാം പറഞ്ഞ്. അങ്ങനെ പിന്നെ ഓക്ക് ഐലൈനറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐലൈനർ ഇടാൻ വിടും, പക്ഷേ ഓക്ക് ഇഷ്ടമാണ്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലായാലും ഭയങ്കര ഇടങ്ങേറുമായിരിക്കും. കാര്യം മായ്ച്ച് കഴിഞ്ഞാൽ എന്നെ പഠിച്ചോനെ എന്താ പറയുക കാണേണ്ട കോലമായിരിക്കും, കണ്ണിന് ചുറ്റും കരിവാരി തേച്ച പോലെ ഉണ്ടാകുക. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മേലത്തെ എന്താ പറയുക മേലെയുള്ള ആ ഒരു കണ്ണിൻ്റെ ആ ഒരു പോർഷനില്ല, ആ ഒരു ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഐ ഷാഡോ പോലെ കണ്ണിന് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കയ്യിലൊന്നാക്കിയിട്ട് ഒന്ന് ചുണ്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കാണുമ്പോൾ ഓളെ എന്താ പറയുക മേക്കപ്പ് വീഡിയോ പോലെയല്ലേ ഉള്ളത്. പിന്നെ ഓക്ക് ഇതുപോലെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇതുപോലത്തെ ഒരു സെറ്റ് വളയും കൂടി വാങ്ങിയിട്ടുണ്ടേനു. അങ്ങനെ 2 കൈമിലും അതെല്ലാം ഇട്ട് കൊടുത്ത്. പിന്നെ കുട്ടികൾക്ക് ഇതെല്ലാം ഒന്ന് അറിയുമ്പോൾ ഇതെല്ലാം അവർക്ക് എൻ്റെ മക്കൾക്ക് അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുന്നതിന് അവർക്ക് എന്തോ സംഭവം പോലെയാണ്. കാര്യം വേറൊന്നല്ല, നമ്മൾ ഇടയ്ക്കൽ കൊല്ലത്തിൽ വർഷത്തിൽ എപ്പെങ്കിലല്ല ഇതുപോലെയെന്നല്ല ബർത്ത്ഡേക്കല്ല നമ്മളിങ്ങനെ അവർക്ക് ഒരു സർപ്രൈസ് എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷറാറ സെറ്റ്. ഇങ്ങനെ വളയെല്ലാം കുലുക്കിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തത് ഫോട്ടോഷൂട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കുന്നതാണ്. നമ്മൾ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കേക്ക് മുറിക്കുന്നത്. കാര്യം നമുക്ക് ഈ ലൈറ്റെല്ലാം വെച്ച് നോക്കുമ്പോൾ റൂമിലാണ് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത്. അങ്ങനെ റൂമിൽ നിന്ന് തന്നെയാണ് കേക്ക് മുറിക്കുന്നത്. പിന്നെ ഇടുന്ന അനിയത്തിൻ്റെ മോനും എൻ്റെ മോനും കൂടിയിട്ട് ആക്കിയ ലൈറ്റ് ഉണ്ടായി കളി, അവരെ കളി പിന്നെ അയിമലായി. ഇങ്ങനെയെല്ലാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ലൈറ്റെല്ലാം വെച്ചിട്ട്. അപ്പം
ഇവരിതെല്ലാം കണ്ടു നോക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് അവർ മംഗലപ്പരക്കാറ്റും പോയ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോ പോലെ ഇതെല്ലാം എടുത്ത് പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ കേക്ക് കിട്ടിയിട്ടില്ല. കേക്ക് നമ്മൾ അവിടെ ഓർഡർ കൊടുത്തിട്ടേനുള്ളത്, അങ്ങനെ ഓട്ടോയിൽ കൊടുത്തു വിടാന്നേനും പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഇവർ പറഞ്ഞ് അങ്ങനെ ഐദൂനിയും റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഒരുമിച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ ഓൾ പറഞ്ഞ് സ്പ്രേയും കൂടി അടിച്ചതാ, പുതിയ ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പ്രേ എല്ലാം അടിച്ചു കൊടുത്ത്. ഇവിടെ പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കാണുമ്പോൾ പിന്നെ അത് നാലാൾക്കും ചെയ്ത് കൊടുക്കണം. പിന്നെ അങ്ങനെയാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒന്നും കൊടുത്താൽ അതുപോലെ ഒരു മുട്ടായി ഏറ്റം കൊടുത്താൽ പിന്നെ നാലാളും കൂടി ചൊറയായിരിക്കും. അങ്ങനെ നാലാൾക്കും സ്പ്രേ എല്ലാം അടിച്ചു കൊടുത്ത് പിന്നെ കേക്ക് വന്നിട്ടുണ്ടേനു. അങ്ങനെ ദാ കേക്ക് ഇങ്ങനെ ലേറ്റിലെല്ലാം കൊണ്ടുവച്ച് അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികൾ തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കേക്കിനെല്ലാം ഫോട്ടോ എടുത്ത് അങ്ങനെ ദാ നാലാളും കൂടി പിടിച്ചിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. നാലാളും കൂടി ഈ കത്തി പിടിച്ചിട്ട് അങ്ങനെ കേക്ക് മുറിക്കലാണ്. കൈമുട്ടി നിങ്ങൾക്ക് കണ്ടാലും തീർന്നിനാന്നറിയില്ല. കേക്ക് മുറിക്കുമ്പോൾ അവരെക്കാളും അതായത് ഫിലിമിനേക്കാളും സന്തോഷം എൻ്റെ ചെറിയ മോനേനുണ്ടായി. ഓനേനും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള പാട്ടെല്ലാം പാടിയിട്ട് ഓൻ്റെ ഭാഷയിൽ ഓനിക്ക് തിരിയുന്ന പോലെ പാട്ടെല്ലാം പാടി കൈമുട്ടുന്നുണ്ടേനു. പിന്നെ കേക്ക് തിന്നാൻ ആൾക്ക് പൂതിയായി, എന്താ പറയുക, കൊതിയായി. അങ്ങനെ ഓന് വേദന ഒരു പീസ് മുറിച്ചിട്ട് ഓനിക്ക് അങ്ങനെ കൊടുത്ത്. പിന്നെ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കലാന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും കഴിച്ച് പിന്നെ നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെല്ലാം കൊണ്ട് കൊടുക്കണം. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ അവർക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അവർക്ക് നമ്മളെ തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ അടുത്തേക്ക് അവർ രണ്ടാളും കൂടിയിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓളെ വയസ്സ് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓൾക്ക് 9 വയസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. മാഷാ അല്ലാഹ് 9 വയസ്സായി. എന്താ പറയുക, ഈ 9 വയസ്സായതൊന്നും അറിയാത്ത പോലെ പോയി പെട്ടെന്ന് 9 വയസ്സായ പോലെ തോന്നി. കാര്യം 2016 ഓളെ ജനിച്ചിന്. അപ്പോൾ 2016 ജൂലൈ 4 അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷങ്ങളെല്ലാം പോയി. മാഷാ അല്ലാഹ്. അങ്ങനെ എൻ്റെ മോളെ ബർത്ത്ഡേ അങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മക്കൾക്ക് ഇതുപോലെ എല്ലാവരും ഇതുപോലെ ചെറുതായിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതുപോലെ അവർക്ക് സർപ്രൈസ് കൊടുക്കുക, അതുപോലെ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കില്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.